ഇത് സോപ്പല്ല. രാത്രിയിലൊക്കെ അരി കൊണ്ടുള്ള ഭക്ഷണവും കഞ്ഞിയും ചോറും ഒക്കെ കഴിക്കാൻ പലർക്കും മടിയാണല്ലോ, വണ്ണം വെക്കും എന്ന് ഉള്ളൊരു പേടി എല്ലാവർക്കും തന്നെയുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. വയറ് നിറയുകയും ചെയ്യും, എന്നാൽ ഒട്ട് വണ്ണം വെക്കുകയില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയ റാഗിപ്പൊടി ചേർക്കാം. റാഗിപ്പൊടി ചേർക്കുന്നത് ഒരു തിക്നെസ് കിട്ടാനാണ്. ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 കഷ്ണം ബ്രൊക്കോളി, ഒരു മീഡിയം സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, ഇത് നീര് പിഴിഞ്ഞെടുക്കണം. ഒരു കോൺ, ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരം മഷ്റൂം ഉണ്ട്, അതാണെങ്കിലും ചേർക്കാം. ഒരു ക്യാരറ്റ്, 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ, കുരുമുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ എരിവിനനുസരിച്ച് വേണം നമുക്ക് ചേർക്കാൻ. ഉപ്പ്, ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ബട്ടറോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എടുക്കാം. വെള്ളം. കോൺ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച കോണാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബീൻസും ബ്രൊക്കോളിയും ചെറുതായിട്ട് അരിഞ്ഞു. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ ഇഞ്ചിയും ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന മണം വരുമ്പോൾ അതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ആ കൂടെ തന്നെ ബീൻസും ബ്രൊക്കോളിയും കൂടെ ചേർക്കാം. കോൺ വെന്തതായതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്ത് വേണേലും ചേർക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റായി. ഇനി ഒന്ന് നോക്കാം. ഈ വെജിറ്റബിൾസ് ഒരു 1/4 വേവാകുന്ന വരെ വേണം ഇപ്പം വേവിക്കാൻ. ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ചേർക്കാം. ഇത് വെന്ത കോണായതുകൊണ്ടാണ് ഇപ്പം ചേർത്തത്. വേകാത്ത പച്ച കോണാണെങ്കിൽ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് തന്നെ അടച്ചു വെക്കാം. വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയ റാഗിപ്പൊടി ചേർക്കാം. റാഗിപ്പൊടി ചേർക്കുന്നത് ഒരു തിക്നെസ് കിട്ടാനാണ്. മിക്സ് ചെയ്യുക. തീ കുറച്ച് വെക്കണം. കുരുമുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ റാഗിപ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുറുകിയിട്ട് അടിയിൽ പിടിക്കും. ഇനി ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. അല്പം ഉപ്പും എരിവും കൂടെ വേണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ചെറു തീയിൽ വെച്ച് ഇളക്കുകയും
റാഗിപ്പൊടി ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. റാഗിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള നാരങ്ങാനീര് ചേർക്കാം. ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. വെയിറ്റ് ലോസുകാർക്കുള്ള പെർഫെക്റ്റ് ഫുഡ് റെഡിയായി. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് മതിയാവോളം കഴിക്കാം. വയറ് നിറയെ. തടി വെക്കുക എന്നുള്ള പേടിയേ വേണ്ട. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.